നമ്മളൊന്നുണ്ടാക്കാൻ പോണേ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അതാ എന്ത് രസമാണോ നോക്കി നിങ്ങൾ ചാടിക്കുന്നപ്പോ ഇത് എന്തപ്പോ സംഭവം അല്ലേ? ഒന്നുമില്ല കേട്ടോ, നമ്മളെ സാധാരണത്തെ വഴുതനങ്ങില്ലേ അത് വെച്ചിട്ടൊരു കിടിലൻ സാധനമാണ്. അയവാ തിന്നാനും നല്ല രസാട്ടത്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇത് നമ്മൾ പ്ലേറ്റിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ നമ്മൾ തന്നെ വിചാരിക്കും ഇത് എന്താ സംഭവം. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമ്പോൾ നല്ല രസമല്ലേ? അപ്പോ ഞാനിതൊരു വീഡിയോ കണ്ടാണ് ഞാൻ അതേമാതിരി ഇത് ഉണ്ടാക്കി നോക്കിയ കേട്ടോ. നല്ല രസമുണ്ട്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പൊ നമ്മളിതിലേക്ക് എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളേ കണ്ടോ 2 വലിയ വഴുതനങ്ങില്ലേ, വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ കുറച്ച് വലുത് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അയവാ നല്ല വലിയ വഴുതനങ്ങ എടുത്തു. നമ്മൾ നന്നായിട്ട് നമ്മൾക്ക് താഴെ പോയിട്ടത് ഒന്നുകൂടി കഴുകിയെടുക്കാല്ലേ. അയവാ നമ്മൾ കഴുകി റെഡിയാക്കി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ പാത്രത്തില് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ആവിയിൽ വെക്കാൻ വെച്ചാൽ ആവിയിൽ വെച്ചെടുത്താലും മതി. നമുക്ക് എന്തായാലും നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം കേട്ടോ. നമ്മളിത് വറുത്തെടുക്കാനുള്ള ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തു. ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തായിട്ട് അതിൽ കുറച്ച് ഓട്സ്, പിന്നെ നമ്മുടെ കോൺഫ്ലവർ അതും, പിന്നെ കുറച്ച് എരിവിന് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കായല്ലേ കായപ്പൊടി വേണം കേട്ടോ. അതൊക്കെ നമ്മളുടെ ചെറുതായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ് അത്. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മളത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചോ കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നറിയാം. അപ്പം നമുക്ക് നമ്മുടെ വഴുതനങ്ങ എന്തായിട്ടുണ്ട് നോക്കാം. കണ്ടോ നല്ല തിളച്ചു കേട്ടോ. ഞെക്കി വെക്കുമ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെടുത്ത് മാറ്റിയെടുക്കാം കേട്ടോ. അയവ അതിൻ്റെ വാലൊക്കെ അങ്ങനെ തന്നെ വേണം കേട്ടോ, അപ്പോഴേ കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇനി നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി എടുത്ത് കളയാം കേട്ടോ. അയവ നല്ല ചൂടാണ് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ടേ നന്നായി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് അതും കൂടി നോക്കി ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇതേ നോക്കി ഇതേമാതിരി എടുക്കാം കേട്ടോ. നമ്മൾ മാക്സിമം ഈ അതിൻ്റെ ഞെട്ടില്ലേ അതിൻ്റെ അവിടെ നിന്ന് എടുക്കാതിരിക്കുക. എന്താ അറിയുക, ചിലപ്പോൾ ഞെട്ടിന് പറഞ്ഞു പോരും. നമ്മളതിൻ്റെ അവിടുന്ന് താഴത്തേക്കുള്ള ഭാഗങ്ങൾ മാത്രം എടുത്താണ് കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഞെട്ടോട് കൂടി ഇങ്ങനെ കിട്ടിയിട്ടേ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടേ നമ്മുടെ പ്ലേറ്റിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ഇതിപ്പോൾ നല്ലോണം വെന്തിരിക്കാൻ കേട്ടോ, നല്ലോണം വെന്ത് നല്ല നന്നായിട്ടുണ്ട്. ആ വാൽവശം ഞെക്കി ഒന്നിനെ വേവിക്കുമ്പോഴേക്ക് വാൽവശം കുറച്ച് മുകളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വെവാതിരിക്കും. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ആ വാല് പിടിച്ചുമ്പോൾ അങ്ങോട്ട് ഇളകി പോരും. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ മിക്സില്ലേ ആ മിക്സിൽ വെറുതെ വഴുതനങ്ങ വെച്ചിട്ട് ഈ പോർക്ക് കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പരന്നിങ്ങനെ വരും കണ്ട. ഇതേമാതിരി നമ്മൾ അതിലേക്കൊക്കെ നമ്മുടെ മുട്ടയുടെ മിക്സില്ലേ ആ മിക്സ് നന്നായിട്ട് എല്ലായിടത്തും കൂടി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാനിലേക്ക് എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ ആ സാധനം കൂടെ ഇടുക കേട്ടോ. ആയിവ ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ആ ബാക്കിയുള്ള മിക്സിയിൽ കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ കൊണ്ടു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് 2 സൈഡ് ഒരേ മാതിരി ആകുമ്പോഴാണ് നല്ല രസം ഉണ്ടല്ലോ. അതിൻ്റെ ഫ്ലേവറും അതിനെ കാണാനും നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എന്താ നമ്മളിതേമാതിരി എല്ലായിടത്തും കൂടി ആക്കിയെടുക്കാം കേട്ടോ. നമ്മളൊന്നും ഇങ്ങോട്ട് മറച്ചിടാം, ഒന്നും കൂടെ വെന്തോട്ടെ കേട്ടോ. അടച്ചു വെക്കണ്ട കേട്ടോ. അടച്ചു വെക്കുമ്പോൾ എന്താ അറിയോ, ചിലപ്പോൾ ഈ വെള്ളം ഇറങ്ങുമ്പോൾ പിന്നെ അത് നമുക്ക് എടുക്കാൻ കിട്ടാത്ത പോലെയാവും. അതിങ്ങനെ ഒന്നും കൂടെ ഫ്രൈ മതി ആയിക്കോട്ടെ, ഉണങ്ങിയ മതി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിതിങ്ങനെയായി ഒന്നെല്ലാം ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ അത് കാണുമ്പോൾ ഒരു രസമൊന്നുമില്ലല്ലോ, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നല്ല രസം. ഇതൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അതിലിങ്ങനെ പറ്റി പിടിച്ച ആ വഴുതനങ്ങയുടെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോഴേ നല്ലൊരു കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ ആ മിക്സും വഴുതനങ്ങയുടെ അതും എല്ലാം കൂടെ കഴിക്കാനും നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ വൈകുന്നേരത്തെ ഒരു ഫുഡൊക്കെ കാണിച്ചത് മതി കേട്ടോ. വേറെ സാധനങ്ങളും വേണ്ട. ഇത്ര പോകുന്നൊരു വഴുതനങ്ങയും അതിൻ്റെ ഉള്ളിൽ ഓട്സും മുട്ടയും ഈ സാധനങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ എന്തിനും ഫുഡ്, ഇത്ര സാധനമേ വേണ്ടുള്ളൂ കേട്ടോ. നല്ല രസമാണ്. നമുക്കത് എന്തായാലും മറച്ചിട്ട് നോക്കാം അല്ലേ.
അയ്യോ അപ്പോൾ നമ്മളത് അതിഗംഭീരമായിട്ട് നമ്മളത് മറച്ചിട്ട് കേട്ടോ. എന്താ ഈ സൈഡും കൂടി നല്ലോണം വെന്ത് കഴിയുമ്പോഴല്ലോ നമ്മുടെ വഴുതനങ്ങ റെഡിയായി. കണ്ട നമ്മളപ്പോൾ 2 സൈഡും വെന്തു കേട്ടോ. നമ്മളതിൻ്റെ ഞെട്ടി കഴിയുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് നോക്കി. ഇനി നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, ഇതെടുത്തിട്ട് നമ്മൾ കഴിക്കാം. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റിയാണ്. കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മളെ വീഡിയോസ് കാണുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണേ. താങ്ക് യു സോ മച്ച്.